പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാറാനാത്ത പ്രോഗ്രാമിന്റെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നാം ദൈവത്തെ ആരാധിച്ച് അഭിഷേകം പ്രാപിക്കാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഇരുന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിച്ച് 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 അഭിഷേകം പ്രാപിക്കുക. ആരാധിക്കുന്നവരുടെ മേൽ കർത്താവിന്റെ അഭിഷേകമുണ്ട്. എനിക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യങ്ങളിൽ ശ്രേഷ്ഠമായ ഒരു ഭാഗ്യമാണ് യേശു ക്രിസ്തുവിനെ ആരാധിക്കാനുള്ള ഭാഗ്യം. പ്രൈസ് ദ ലോർഡ്. യേശു ക്രിസ്തു എന്റെയും നിങ്ങളുടെയും പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നു. യേശു ക്രിസ്തു എന്റെ കർത്താവും രക്ഷിതാവും നാഥനുമാകുന്നു. ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുവിൻ. 1 പത്രോസ് 3:15. ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുവിൻ. ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഇരുന്ന് ഉൾക്കണ്ണുകൾ കൊണ്ട് ക്രൂശിതനായ യേശുവിനെ കാണുക. ശിരസ് മുതൽ പാദം വരെ ചോരയിൽ കുതിർന്ന യേശു, ശിരസ് മുതൽ പാദം വരെ കീറിമുറിക്കപ്പെട്ടവനായ യേശു, തകർക്കപ്പെട്ട യേശുവിന്റെ ശരീരം, കുന്തത്താൽ കുത്തിപ്പിളർക്കപ്പെട്ട യേശുവിന്റെ തിരുവിലാവ്, യേശു ക്രിസ്തുവിനെ ഉൾക്കണ്ണുകൾ കൊണ്ട് കണ്ട് എല്ലാ മക്കളും യേശുവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഞങ്ങളങ്ങ് ആരാധിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ ആരാധിക്കുക, യേശുവിനെ ആരാധിക്കുക. യേശുവേ, യേശുവേ. മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. യേശു എന്റെ കർത്താവ് അത്രേ. എല്ലാ മുട്ടും ജീസസ് ഈസ് മൈ ലോർഡ്, എല്ലാ ജീസസ് ഈസ് മൈ ലോർഡ്. യേശു മാത്രം കർത്താവെന്ന്. യേശുവിനെ ആരാധിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓരോ മകനും മകളും ഇപ്പോൾ യേശുവിനെ ആരാധിക്കട്ടെ. യേശുവിനെ ആരാധിക്കുന്നവരുടെ മേൽ യേശു ക്രിസ്തുവിന്റെ ശക്തി വ്യാപരിക്കുന്നു. യേശുവിനെ ആരാധിക്കുന്നവരുടെ മേൽ യേശു ക്രിസ്തുവിന്റെ ആത്മാവ് വ്യാപരിക്കുന്നു. യേശുവിനെ ആരാധിക്കുന്ന കുടുംബത്തിൽ യേശുവിന്റെ ആത്മാവ് നിറയുന്നു. യേശുവിനെ ആരാധിക്കുന്ന കുടുംബത്തിൽ യേശുവിന്റെ ശക്തി നിറയുന്നു. യേശുവിന്റെ ശക്തിയാൽ ഇപ്പോൾ ആ കുടുംബങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മനസാന്തരങ്ങളും ദൈവകൃപ അഭിഷേകങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ മക്കളും യേശുവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയും സ്തോത്രവും എല്ലാം സ്വീകരിക്കാൻ യോഗ്യനായ യേശുവേ, സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോനേ, എന്റെ യേശുവേ. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോനേ, യേശുവിനെ ആരാധിക്കുന്നു. എല്ലാ മുട്ടും മടങ്ങും, യേശു എന്റെ കർത്താവ്, എല്ലാ നാവും യേശു എന്റെ ദൈവം. യേശു മാത്രം കർത്താവെന്ന്. ഹൃദയപൂർവ്വം ആരാധിക്കട്ടെ യേശുവേ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. ആരാധിച്ച് ആരാധിച്ച് അഭിഷേകം യേശു പ്രാപിക്കുന്നു. മാത്രം കർത്താവെന്ന്. മകനെ, മകളെ, ഇപ്പോൾ ഹൃദയപൂർവ്വം ആരാധിക്കുക, ഹൃദയപൂർവ്വം ആരാധിക്കുക. മനസ്സിൽ തട്ടി യേശുവിനെ വിളിക്കുക. രോഗികൾ മനസ്സിൽ തട്ടി യേശുവിനെ വിളിക്കുക. തകർന്ന കുടുംബങ്ങൾ യേശുവിനെ വിളിക്കുക. ബന്ധനങ്ങൾ ഇരിക്കുന്നവർ യേശുവിനെ വിളിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ സർവസ്വവുമായി, ഞങ്ങളുടെ ജീവിതത്തിന്റെ കർത്താവായി, ഞങ്ങളുടെ ജീവിതത്തിന്റെ രക്ഷിതാവായി, ഞങ്ങളുടെ ജീവിതത്തിന്റെ ദൈവമായി ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. യേശുവേ, യേശുവേ. ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ അത്ഭുത ശക്തി, അങ്ങയുടെ അത്ഭുത ആത്മാവ്, അങ്ങയുടെ അത്ഭുത ബലം, അങ്ങയുടെ അത്ഭുത സൗഖ്യം ഞങ്ങളുടെ മേൽ ഇപ്പോൾ ഒഴുകട്ടെ, വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദ പവർ ഓഫ് ഡെലിവറൻസ്. പ്രൈസ് ദ ലോർഡ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള പൈശാചിക പീഡകളിൽ നിന്നുള്ള വിടുതൽ. പ്രിയപ്പെട്ട ദൈവമക്കളെ,
നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പല തരത്തിലുള്ള സാഹചര്യങ്ങളിൽ അശുദ്ധാത്മ പീഡ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ എന്ത് ചെയ്താലും ശരിയാകാത്ത ചില സാഹചര്യങ്ങളാകാം. ഒരു ദിവസം ഒരു വ്യക്തി അച്ഛൻ്റെ അടുത്ത് ഒന്ന് പങ്കുവച്ചൊരു കാര്യമുണ്ട്. ഈ പാലക്കാട് ജില്ലയിലുള്ള ഒരു നല്ല ബേക്കറി നടത്തുന്ന വ്യക്തിയാണ്. ആ വ്യക്തി പറഞ്ഞു, ഞാൻ മാവ് പുളിപ്പിച്ച് വെച്ചാൽ, മാവ് കുഴച്ച് വെച്ചാൽ പിറ്റേ ദിവസം ആകുമ്പോൾ അത് പുളിച്ചു പൊങ്ങുന്നില്ല. ഞാൻ മാവ് ബോർമേലേക്ക് വെച്ചാൽ ഇഷ്ടിക പോലെയാണ് തിരിച്ചു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു വീട്ടിൽ പറയണത് എങ്ങനെയാണ്, എന്റെ കിണറ്റിൽ വലിയ ദുർഗന്ധം, മനുഷ്യ മലത്തിന്റെ ദുർഗന്ധമാണ് കിണറ്റിൽ നിന്ന് പൊങ്ങി വരുന്നത്. വേറെ ചിലർ പറഞ്ഞ എങ്ങനെയാണ്, എന്റെ വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്താൽ അത് കഴിക്കാൻ പറ്റാത്ത വിധം അത് മലിനമായി കിടക്കുന്നു. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. വേറെ ചിലർ പറയണത് അവരുടെ വീട്ടിൽ വളർത്തു മൃഗങ്ങൾക്ക് ഒരിക്കലും സ്വസ്ഥത കിട്ടുന്നില്ല, എന്നും വളർത്തു മൃഗങ്ങൾക്ക് ദുർപീഡകൾ. ഹല്ലേലൂയ. ചില വീട്ടിൽ പറയണത് തുടരെ തുടരെ തീപിടുത്തങ്ങൾ, തുടരെ തുടരെ തീപിടുത്തങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഇനിയും ചിലർ പറയണത് എല്ലാ വർഷവും ഒരു നിശ്ചിത ദിവസം, എല്ലാ വർഷവും വീട്ടിൽ കൊള്ളക്കാർ ആക്രമിക്കുന്നു, കള്ളന്മാർ കയറി വീട് ഭവനവേദനം ചെയ്യുന്നു. നിശ്ചിത സമയത്ത് എല്ലാ വർഷവും ഏതാണ്ട് ഒരേ ഡേറ്റിൽ വന്ന് ആക്രമണം നടത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ധ്യാനം കൂടുന്ന സമയത്ത് ഒരു വ്യക്തി വന്നൊരു പ്രശ്നം പറഞ്ഞത്. ആ വ്യക്തി വന്ന് പറഞ്ഞത് എങ്ങനെയാണ്, എന്റെ പേര് ഷിനോജ്. ആ വ്യക്തിയുടെ അനുഭവം ആ വ്യക്തി രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ്, എന്റെ പേര് ഷിനോജ്, നാട് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ എന്ന സ്ഥലത്താണ്. 11 വർഷത്തോളമായി ഞാൻ ഹൈദരാബാദിൽ ജോലി ചെയ്തു വരുന്നു. എനിക്ക് ഒരു കമ്പനിയിലും ഒരു ജോലി സ്ഥിരമായി ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ശമ്പളം എത്ര കിട്ടിയാലും ബാക്കി ഉണ്ടായിരുന്നില്ല. അങ്ങനെ 6ാമത്തെ കമ്പനിയിൽ നിന്നും പുറത്തേക്ക് ഞാൻ പോന്നു. എന്റെ എല്ലാ പ്രശ്നങ്ങളും അറിയാമായിരുന്ന എന്റെ ഒരു കൂട്ടുകാരൻ എന്നെ നിർബന്ധിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡിസംബർ അവസാനത്തെ ആഴ്ച, 2006 ഡിസംബർ അവസാനത്തെ ആഴ്ചയിലെ ധ്യാനത്തിൽ പങ്കെടുത്തു. ധ്യാനത്തിൽ വെച്ച് ഞങ്ങളുടെ ഈ അനുഭവങ്ങൾ ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായ ഒരു ഡെലിവറൻസ് പ്രാർത്ഥന ചെയ്തു. ഡെലിവറൻസ് പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വന്ന് ഏകദേശം 2 മാസത്തിനുള്ളിൽ എന്റെ കൂട്ടുകാരൻ വർഷങ്ങളോളം വിദേശത്ത് പോകാനിരുന്ന് പരിശ്രമിച്ചിരുന്ന് നടക്കാതെ പോയ ആ തടസ്സം മാറി. എന്റെ കൂട്ടുകാരൻ വിദേശത്ത് ജോലിക്ക് പോയി. ഏതാണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്കും ഉത്തർപ്രദേശിൽ ഒരു ജോലി കിട്ടി. ഇതുവരെ ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും ഉയർന്ന ശമ്പളമുള്ള ജോലി. ഏകദേശം 8,000 രൂപ സാലറി പ്രതീക്ഷിച്ചാണ് ഞാൻ മാനേജറോട് സംസാരിക്കാൻ പോയത്. എന്നാൽ മാനേജർ എനിക്ക് 13,000 രൂപ മാസ ശമ്പളം വെച്ച് എന്നെ ജോലിക്ക് അപ്പോയിന്റ് ചെയ്ത്. ഇന്ന് ഞാൻ സമാധാനത്തോടെ എന്റെ ജോലിയിൽ സ്ഥിരമായി തുടരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, 11 വർഷമായി ജോലി സ്ഥിരതയില്ലാതെ, ഒരു നല്ല ജോലിയില്ലാതെ ഈ 2 പേര് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് 11 വർഷമായി. ഒരാളുടെ ആഗ്രഹം വിദേശത്ത് പോയി ജോലി ചെയ്യുന്നു, ഒരാളുടെ ആഗ്രഹം ഇവിടെ തന്നെ നാട്ടിൽ തന്നെ മതി, പക്ഷെ നല്ല ശമ്പളം വേണം. അത് ഒരു നാൾ സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്നപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഡെലിവറൻസ് പ്രാർത്ഥന ചെയ്ത് ഇവരുടെ ഉയർച്ചയ്ക്കും ഇവരുടെ വിടുതലിനും തടസ്സം നിൽക്കുന്ന അശുദ്ധ ശക്തികളോടും അശുദ്ധാത്മ പീഡകളോടും കൽപ്പിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ചപ്പോൾ അവർ ചെന്ന് 2 മാസത്തിനുള്ളിൽ ഒരാൾ വിദേശത്തേക്ക് പോയി, ഒരാഴ്ചയ്ക്കുള്ളിൽ അടുത്തയാൾക്ക് ഉത്തർപ്രദേശിൽ ഉന്നതമായൊരു ജോലി കിട്ടി. 8,000 രൂപ ശമ്പളം കിട്ടണമെന്ന് വാദിക്കാൻ വേണ്ടി മാനേജറത്തേക്ക് ചെന്ന ആളോട് മാനേജർ 13,000 രൂപ ശമ്പളത്തിന് നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഡെലിവറൻസ് പ്രാർത്ഥനയ്ക്ക് അത്ഭുതകരമായ ശക്തിയുണ്ട്. ഡെലിവറൻസ് പ്രാർത്ഥനയ്ക്ക് അത്ഭുതകരമായ ശക്തിയുണ്ട്. റോമാലേഖനത്തിൽ 16-ാം അധ്യായത്തിൽ 20-ാം വാക്യം, സമാധാനത്തിന് ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും എന്ന വാഗ്ദത്ത പ്രകാരം ഇന്ന് ഞാനും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതമുണ്ട്, ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിടുതലുണ്ട്, ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 17, 18, 19 വാക്യങ്ങൾ യേശു 72 പേരെ സുവിശേഷ വേലയ്ക്കായി പറഞ്ഞയക്കുന്ന രംഗമുണ്ട്. 72 പേരും സുവിശേഷ വേല ചെയ്ത് തിരിച്ചു വന്നപ്പോൾ അവരെല്ലാവരും ഏക സ്വരത്തിൽ സന്തോഷത്തോടെ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ, പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അപ്പോൾ യേശുക്രിസ്തു അവരോട് പറഞ്ഞു, സാത്താൻ ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഡെലിവറൻസ് പ്രാർത്ഥന, യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് അത്ഭുതകരമായ ഡെലിവറൻസ് പവർ ഉണ്ട്. ഒരു ദൈവ പൈതൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ശുശ്രൂഷയെ പങ്കുചേരുമ്പോൾ, യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള പ്രാർത്ഥനയെ പങ്കുചേരുമ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് അശുദ്ധാത്മാക്കൾ ഇറങ്ങിപ്പോകുന്നു, ആ വ്യക്തിയുടെ കുടുംബത്തിൽ നിന്ന് അശുദ്ധ പീഡകൾ വിട്ടുപോകുന്നു, ആ വ്യക്തിയുടെ വംശത്തിൽ നിന്ന് നാരകീയ പീഡകൾ ഒഴിഞ്ഞൊഴിഞ്ഞു പോകുന്നു. ആ വ്യക്തിയും ആ കുടുംബവും ആ വംശവും അശുദ്ധാത്മ പീഡയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 17-ാം വാക്യം, വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും, അവർ എന്റെ നാമത്തിൽ അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഒരു അശുദ്ധാത്മ പീഡയിലിരുന്ന് ജീവിതം നരകിക്കുന്നതിൽ യേശു ക്രിസ്തുവിന് സന്തോഷമില്ല. ഞാനും നിങ്ങളും അശുദ്ധാത്മ പീഡയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നതിലത്രേ ദൈവത്തിന്റെ സന്തോഷം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് യേശുക്രിസ്തു അപ്പോസ്തലന്മാരെ അയച്ചപ്പോൾ യേശുക്രിസ്തു അപ്പോസ്തലന്മാർക്ക് നൽകിയിരിക്കുന്ന അധികാരങ്ങളിൽ മാറ്റമില്ലാത്തൊരു അധികാരം, എല്ലാവർക്കും കൊടുത്തൊരു അധികാരം, എല്ലാവർക്കും മറക്കാതെ കൊടുത്തൊരു അധികാരമുണ്ട്. അതാണ് ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അവൻ 12 പേരെയും അടുത്ത് വിളിച്ച് സകല പിശാചുകളുടെ മേൽ അധികാരവും ശക്തിയും കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാനും നിങ്ങളും സകല അശുദ്ധാത്മ പീഡയിൽ നിന്ന് വിടുതലിരിക്കാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ദൈവം ആഗ്രഹിക്കുന്നു, യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നു. ഈ നിമിഷങ്ങളിൽ നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ അത്ഭുത നാമത്താൽ തന്നെ ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേൽ അശുദ്ധാത്മ പീഡയുള്ളവരുടെ മേൽ നിന്ന് അശുദ്ധാത്മ പീഡകളെ ശാസിക്കുന്നു, നാരകീയ പീഡകളുള്ളവരിൽ നിന്ന് നാരകീയ പീഡകളെ ശാസിക്കുന്നു, പൈശാചിക പീഡകളെ ശാസിക്കുന്നു, ദുഷ്ടാത്മ സേനകളെ ശാസിക്കുന്നു, പാപ ദുരാത്മകളെ ശാസിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. മകനെ മകളെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, മക്കളെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഈ നിമിഷം യേശുവിന്റെ ശക്തി നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് പ്രവഹിക്കട്ടെ. മാറ്റമില്ലാത്ത രോഗങ്ങൾ, സൗഖ്യമില്ലാത്ത രോഗങ്ങൾ, വിടുതലില്ലാത്ത പ്രശ്നങ്ങൾ യേശുവിന്റെ നാമത്തിൽ അശുദ്ധാത്മ പീഡ വിട്ടുപോകുന്ന ഈ നിമിഷം തന്നെ വിടുതലും വ്യത്യാസവും സൗഖ്യം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടുംബങ്ങളെ പീഡിപ്പിക്കുന്ന, വ്യക്തികളെ പീഡിപ്പിക്കുന്ന, വംശങ്ങളെ പീഡിപ്പിക്കുന്ന സകല ദുരാത്മാക്കളെ, അന്ധകാര സേനകളെ, പൈശാചിക ശക്തികളെ നസറേയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഈ കുടുംബങ്ങളിൽ നിന്ന്, ഈ മനുഷ്യനിൽ നിന്ന്, ഈ വ്യക്തിയിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അണയുന്നു നിൻ സന്നിധിയിൽ, ആരാധനാസ്തുതി യേശുവേ ആത്മാവിനാനന്ദദായക. തിരുവൾത്താരയിൽ ഞങ്ങൾ അണയുന്നു നിൻ സന്നിധിയിൽ, ആരാധനാസ്തുതി യേശുവേ ആത്മാവിനാനന്ദദായക. ഈ നിമിഷങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിടുതലില്ലാത്ത പാപമോഹങ്ങളുടെ കെട്ടുകൾ അഴിഞ്ഞു മാറുന്നതിന് വേണ്ടിയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപക്ഷെ കുഞ്ഞുനാൾ തൊട്ട് ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ലൈംഗികമായി ദുരുപയോഗിക്കപ്പെട്ട് ഇന്ന് ഒത്തിരി ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയായിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. എത്ര ശ്രമിച്ചിട്ടും മോചനം കിട്ടാത്ത ദുശീലങ്ങൾ, തഴക്കദോഷങ്ങൾ, പാപബന്ധനങ്ങൾ, ഇവയ്ക്ക് അടിമപ്പെട്ട് ഞെരുങ്ങുന്നൊരു ജീവിതമായിരിക്കാം. വ്യഭിചാര ആസക്തി, സ്വർഗഭോഗം, സ്വയംഭോഗം, വേശ്യാവൃത്തി സ്വഭാവം, അശ്ലീല ബന്ധങ്ങൾ, അശ്ലീല കൂട്ടുകെട്ടുകൾ, ഒരുപാട് തരത്തിലുള്ള മ്ലേച്ഛതകൾ, അശുദ്ധി, ദുർവൃത്തി, വൈകൃതങ്ങൾ, ഇവയ്ക്കെല്ലാം അടിമപ്പെട്ട് ഇന്ന് വിടുതലിന് വേണ്ടി, ഒരു മോചനത്തിന് വേണ്ടി പരിശ്രമിച്ചിട്ട് പരാജയപ്പെട്ട് അതിന്റെ വേദനയുമായി, ഹൃദയത്തിൽ രഹസ്യ വേദനയുമായി ഞെരുങ്ങുന്നൊരു വ്യക്തിയാകാം. മകനെ മകളെ, ഇന്ന് നീ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് കരഞ്ഞ് യേശുവിനെ വിളിക്കുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പാപ വിടുതലുണ്ട്.
യേശുവിന്റെ നാമത്തിൽ ചങ്ങലകൾ മുറിഞ്ഞ് വിടുതലുണ്ട്, സൗഖ്യമുണ്ട്. ഒരു നാൾ തമാശയ്ക്ക് ആരംഭിച്ച മദ്യപാനം, ഒരു നാൾ വെറുതെ ആരംഭിച്ച പുകവലി, ഇന്ന് സൗഖ്യം കിട്ടാതെ 10, 60, 70 സിസർ വലിക്കുന്ന, കുപ്പിക്കണക്കിന് മദ്യം കുടിക്കുന്ന കഠിന മദ്യപാനത്തിന്റെയും കഠിന പുകവലിയുടെയും ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കാം. ലഹരി വസ്തുക്കൾക്ക് അടിമയായ ഒരു വ്യക്തിയായിരിക്കാം നീ. എന്റെ മകനെ, എന്റെ മകളെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, ഈ നിമിഷങ്ങളെങ്കിലും നിന്റെ ആത്മരക്ഷ ഓർത്ത് യേശുവിന്റെ നാമത്തിൽ പിതാവിന്റെ സന്നിധിയിൽ വിടുതലിനായി പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ കെട്ടുകൾക്ക് വിടുതലുണ്ട്. കെട്ടുകൾ അഴിഞ്ഞ്, ചങ്ങലകൾ മുറിഞ്ഞ്, കോട്ടകൾ തകർന്ന് മനുഷ്യ മക്കൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാം വാക്യം, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. കർത്താവെ, ഈ സമൂഹത്തിൽ ഇപ്പോൾ നിലവിളിക്കുന്ന മക്കളുടെ മേൽ അങ്ങനെ അത്ഭുത ശക്തി പ്രവഹിക്കട്ടെ. ഇടിമിന്നൽ പോലെ ദൈവശക്തി ഇറങ്ങി ഈ ലോകത്തിന്റെ ബന്ധനങ്ങൾ മുറിഞ്ഞ് ദൈവമക്കൾ വിടുതൽ പ്രാപിക്കട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ഇടിമിന്നൽ പോലെ ദൈവശക്തി ഇറങ്ങട്ടെ. തലമുറകളായുള്ള പാരമ്പര്യ ബന്ധനങ്ങൾ വിട്ടുമാറിപ്പോകട്ടെ. ജഡികാസത്തിന്റെ കോട്ടകൾ തകരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനത്താലണിയട്ടെ. നാദാതിനാഥനാ മിശിഹാനാഥ, നിന്നാമം ഭൂവിലെങ്ങും നിറയട്ടെ. നാദാതിനാഥനാ മിശിഹാനാഥ, നിന്നാമം ഭൂവിലെങ്ങും നിറയട്ടെ. ജഡികാസക്തിയും ദുർമോഹങ്ങളും യേശുവിൻ നാമത്താൽ തകരട്ടെ. ജഡികാസക്തിയും ദുർമോഹങ്ങളും യേശുവിൻ നാമത്താൽ തകരട്ടെ. നാദാതിനാഥനാം മിശിഹാനാഥ, നിന്നാമം ഭൂവിലെങ്ങും നിറയട്ടെ. നാദാതിനാഥനാം മിശിഹാനാഥ, നിന്നാമം ഭൂവിലെങ്ങും നിറയട്ടെ. അത്യാസക്തിയും ദുർവാസനയും യേശുവിൻ നാമത്താൽ തകരട്ടെ. അത്യാസക്തിയും ദുർവാസനയും യേശുവിൻ നാമത്താൽ തകരട്ടെ. നാദാതിനാഥനാം മിശിഹാനാഥ, നിന്നാമം ഭൂവിലെങ്ങും നിറയട്ടെ. നാദാതിനാഥനാം മിശിഹാനാഥ, നിന്നാമം ഭൂവിലെങ്ങും നിറയട്ടെ. അശുദ്ധ ചിന്തയും അശുദ്ധ ഭാഷണവും യേശുവിൻ നാമത്താൽ തകരട്ടെ. അശുദ്ധ ചിന്തയും അശുദ്ധ ഭാഷണവും യേശുവിൻ നാമത്താൽ തകരട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി എല്ലാ ദൈവമക്കളും പൊട്ടിക്കരഞ്ഞ് യേശുവിനെ വിളിക്കുക. മകനെ, മകളെ, നീ ഇരിക്കുന്ന സ്ഥലം അതിവിശുദ്ധമായൊരു സ്ഥലമായി മാറാൻ കർത്താവ് ഇടപെടട്ടെ. നീ ഇരിക്കുന്ന സ്ഥലം നിന്റെ വിടുതലിന്റെ സ്ഥലമായി കർത്താവ് അഭിഷേകം ചെയ്യട്ടെ. കരങ്ങൾ ഉയർത്തി ഹൃദയം നുറുങ്ങി യേശുവിന്റെ നാമത്തെ വിളിക്കുക. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിന്റെ മഹത്വത്താൽ വലിയ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കട്ടെ. പാരമ്പര്യമായ മദ്യപാന സ്വഭാവങ്ങൾ, പാരമ്പര്യമായ ജഡികാസക്തി, സൗഖ്യം കിട്ടാത്ത സ്വർഗ്ഗഭോഗ ശീലങ്ങൾ, സൗഖ്യം കിട്ടാത്ത സ്വയംഭോഗ ശീലങ്ങൾ ഇപ്പോൾ യേശുവിൽ നിന്ന് പുറപ്പെടുന്ന അത്ഭുത ശക്തിയാൽ ദൈവമക്കളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. എന്നേക്കുമായി വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ദുർമോഹങ്ങളും ലോകമോഹങ്ങളും പാപമോഹങ്ങളും യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ദൈവമക്കളിൽ നിന്ന് അഴിഞ്ഞു വീഴട്ടെ. വിശുദ്ധിയുടെ അഭിഷേകം നിറയട്ടെ. ദൈവത്തിന്റെ ശക്തി ദൈവമക്കളുടെ മേൽ അത്ഭുതകരമായി വലയം ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. മോഹത്തിൽ നിന്നും വിടുതലെനിക്കു നൽകണമേ. യേശുവേ, ഈ ലോകത്തിൻ എന്നെ അനുഗ്രഹിക്കണമേ. മോഹത്തിൽ നിന്നും എന്നെ സ്പർശിക്കണമേ. വിടുതലെനിക്കു നൽകണമേ. എന്റെ പാപച്ചങ്ങല പൊട്ടിച്ചു കളയണമേ. ജീവിക്കും ബലിയാക്കണമേ. വിശുദ്ധിയുടെ അഭിഷേകം നിറയ്ക്കണമേ. അങ്ങേക്ക് പ്രീതിയുള്ളവനാ മാറ്റേണമേ.
ആരോഗ്യപരമാ. ഞാൻ 17 വർഷമായി എനിക്കൊരു ഓപ്പറേഷൻ ചെയ്തിരുന്നു. അത് പിന്നെ ഞാൻ മുട്ട നിന്നിട്ടില്ല. പള്ളിയിൽ പോയാൽ വല്ല നടയിലോ ബെഞ്ചിലോ വല്ല ഇരുന്ന് കുർബാന കാണുള്ളൂ. പിന്നെ തിരിച്ച് നടക്കാനും വയ്യ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞായറാഴ്ചകളിൽ കുർബാന കാണാൻ പോക്ക് കുറവായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നലെ കുർബാനയുടെ സമയത്ത് ഞാൻ അവിടെ 2 മുട്ടും കുത്തി, ആരാധന സമയത്ത് മുട്ടുകുത്തി. അങ്ങനെ 17 വർഷമായി ഒരു ഓപ്പറേഷൻ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം 17 വർഷമായി മുട്ടുകുത്താൻ പറ്റാതിരുന്ന മേരി എന്ന ഈ അമ്മച്ചി ഇന്നലെ കുമ്പസാരിച്ച് യേശുവിനെ ആരാധിച്ച് കുർബാനയുടെ സമയത്തും ആരാധന സമയത്തും അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ച് ഇന്നലെ മുട്ടുകുത്തി നിന്ന്. നന്നായിട്ടൊന്ന് കൈയടിച്ച് സ്വയം മാറ്റപ്പെടുത്താം. സന്തോഷം ഉണ്ടാകട്ടെ. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. എൻ്റെ പേര് ജോയ്, കുന്നംകുളം, സ്ഥലം ചൂനൂർ എന്ന് പറയും. ഞാൻ മാർച്ച് മാസത്തിലൂടെ ധ്യാനം കൂടാൻ വന്നിരുന്നത്. ഞായറാഴ്ച വന്നു. ഞായറാഴ്ച മുതൽ എനിക്ക് ഉറക്കമില്ലാതെയാണ് ഞാൻ വന്നിരുന്നത്. ഞായറാഴ്ച ഉറങ്ങിയില്ല. 3 ദിവസം അടുപ്പിച്ച് ഉറങ്ങാതെ ഞാൻ കിടന്ന് നടക്കുകയായിരുന്നു. അപ്പോൾ ഞായറാഴ്ചയുടെ അടുത്ത് പോയി. ഞായറാഴ്ച നമ്മൾ കുമ്പസാരം കഴിഞ്ഞ്, ബുധനാഴ്ച കുമ്പസാരം ഉണ്ടായിരുന്നു. കുമ്പസാരം കഴിഞ്ഞ് അന്ന് കുർബാന സ്വീകരിച്ച് വന്ന ഉറക്കം കിട്ടി. പിന്നെ നാട്ടിൽ പോയി ഇപ്പോൾ സുഖമായി ഉറങ്ങുന്നു. ഇപ്പോൾ ഞാൻ നന്നായി മദ്യപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. മദ്യപാനം കഴിഞ്ഞ് എനിക്ക് ഇവിടെ പല ക്ലാസ്സുകളും ശ്രദ്ധിച്ചിരുന്നു. നമ്മൾ പറഞ്ഞു പരിശുദ്ധാത്മാവ് സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് അറിയണമേ, പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് അറിയണമായിരുന്നു. ഇപ്പൊ മാർച്ചിന് ശേഷം ഞാൻ മദ്യപിച്ചിട്ടില്ല. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നേരത്തെ ധ്യാനത്തിന് വരുന്നതിന് മുമ്പ് എങ്ങനെ ഉറങ്ങിയിരുന്ന ഒന്ന് ഉറക്കത്തിന് തടസ്സം ഉണ്ടായിരുന്നോ? ഉറക്കമില്ലാതെയാണ് ഞാൻ ഒരാഴ്ച അവിടെ കിടന്ന് നടക്കായിരുന്നു. വീട്ടിൽ നടക്കുള്ളൂ, അകത്ത് കിടന്ന് നടക്കും. അങ്ങനെ ഞായറാഴ്ച വന്നു ബുധനാഴ്ച വരെ അവിടെ നേരം വെളുക്കുന്നേരം നടക്കായിരുന്നു. ഉറക്കഗുളി വല്ല ഉപയോഗിക്കാറുന്നോ? ഞാൻ എടുക്കാൻ മറന്നു. അവിടെ വന്നപ്പോ നേരത്തെ ഉപയോഗിക്കാറുന്നോ? അവിടെ ഉണ്ടായിരുന്നു, ഉറക്കഗുളി ഉണ്ടായിരുന്നു. ഞാൻ അവിടെ വന്നപ്പോ ഇവിടെ റിസപ്ഷനിലൊക്കെ 1:30 രാത്രി വന്ന് നോക്കി. ഉറക്കഗുളിയ ഞാൻ ഉണ്ടോ? രാത്രിക്ക് 1:30 ഉറക്കഗുളിയ തപ്പിയൊക്കെ തീരെ നടന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വർഷങ്ങളായി ഉറക്കഗുളിക കഴിച്ച് ഉറങ്ങിയിരുന്നു. ധ്യാനകേന്ദ്രത്തിൽ വന്നപ്പോൾ ഉറക്കഗുളിക ഇല്ലാതെ 3 ദിവസം ഉറക്കം കിടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്നാൽ ബുധനാഴ്ച കുമ്പസാര ദിവസത്തിൽ എല്ലാം ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചു. അന്ന് ഈശോ വെളിപ്പെടുത്തി കൊടുത്ത് കുർബാന സ്വീകരിക്കുന്ന അന്ന് തൊട്ട് നന്നായിട്ട് ഉറങ്ങുമെന്ന്. അങ്ങനെ കുർബാന സ്വീകരിച്ച അന്ന് തൊട്ട് ഇന്ന് വരെ നല്ല നിദ്ര നൽകി കർത്താവ് ഈ ദാസനെ അനുഗ്രഹിച്ച്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ വർഷങ്ങളായി എത്ര വർഷമായുള്ള മദ്യപാനായിരുന്നു? 15 കൊല്ലം 15 വർഷത്തോളമായുള്ള മദ്യപാനം. ആ മദ്യപാന ശീലത്തിന്റെ വിടുതലിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഇവിടെ ധ്യാനത്തിനിടയിൽ ഒരു പ്രഭാഷണത്തിൽ ഇങ്ങനെ പറയുന്നു. അദ്ദേഹം കേട്ടു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി, അപ്പോൾ പരിശുദ്ധാത്മാവെ നിറയണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ പരിശുദ്ധാത്മാവെ നിറയണമെന്ന് പറഞ്ഞ് ആവർത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇദ്ദേഹത്തിന് മേൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ ഇദ്ദേഹത്തിന്റെ വർഷങ്ങളായുള്ള മദ്യപാന പീഡ സുഖപ്പെട്ട് പരിശുദ്ധാത്മാവ് വിടുതൽ നൽകി അനുഗ്രഹിച്ച്. കൈയടിച്ച് സ്വയം മഹത്വപ്പെടുത്താം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ